ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാവാട ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. കഴിഞ്ഞ വീഡിയോയിൽ പാവാടയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇനി നമുക്ക് പാവാട ബ്ലൗസിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. അതിനായിട്ട് ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. 15 ഇഞ്ചാണ് ലെന്ത് എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് 16.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള 2 പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്ലോത്തിനെ ഫോൾഡ് ചെയ്ത് ഇടാം. ഫോൾഡഡ് സൈഡിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്കാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നത്. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആം ഹോളും 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോളിൻ്റെ പോയിൻറ്റും ഷോൾഡർ പോയിൻറ്റും ജോയിൻ ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ചെസ്റ്റ് സൈസായിട്ട് 8.5 ഇഞ്ച് കൊടുക്കാം. 8.5 ഇഞ്ച് സീം അലവൻസൂടെ ചേർത്താണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആം ഹോൾ വരയ്ക്കുക. ബ്ലൗസിൻ്റെ എൻഡിൽ 8 ഇഞ്ചും കൊടുക്കുക, ഇൻക്ലൂഡിങ് സീം അലവൻസ്. ഇനി ഈ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നെക്ക് ലെന്ത് ബാക്ക് സൈഡിലേക്ക് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. യൂനക്കാണ് വരയ്ക്കുന്നത്. 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം യു വരച്ചെടുക്കുക. ഫ്രണ്ട് നെക്കിന് ഇപ്പോൾ മെഷർമെൻറ്റ്സ് കൊടുക്കേണ്ടതില്ല. അതിന് സെപ്പറേറ്റ് ക്ലോത്തിലാണ് നെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി നമുക്ക് ഇതേ മെഷർമെൻറ്റിൽ തന്നെ നല്ല ക്ലോത്തിനെയും കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നല്ല ക്ലോത്ത് 2 പീസ് എടുത്തിട്ടുണ്ട്. അതിനെയും വിഡ്ത്ത് വൈസ് ഫോൾഡ് ചെയ്തതിന് ശേഷം ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് അതിന് മുകളിൽ വെച്ച് സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുത്തു വച്ചിട്ടുണ്ട്. 10 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമുള്ള ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെയും സെയിം നെക്ക് മെഷർമെൻറ്റ് തന്നെ മാർക്ക് ചെയ്യുക. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 3.5 ഇഞ്ച് നെക്ക് ലെന്തും മാർക്ക് ചെയ്യുക. നെക്ക് ലെന്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെയും യൂനക്ക് തന്നെയാണ് വരയ്ക്കുന്നത്. യു വരയ്ക്കുക. അതിനുശേഷം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി അതേ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് ഒരു 6.5 ഇഞ്ചും മാർക്ക് ചെയ്യുക. ഈ 2 പോയിൻറ്റ്സും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഫോൾഡഡ് സൈഡിൽ നിന്ന് താഴേക്ക് ഒരു 9 ഇഞ്ചും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ 2 പോയിൻറ്റ്സ് ഒന്ന് ചരിച്ച് വരയ്ക്കുക. 1/2 ഇഞ്ച് താഴേക്കും എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇതിനായിട്ട് 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. വിത്ത് ബോർഡറുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. 20 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെന്തുമുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഓപ്പൺ സൈഡിൽ നിന്ന് താഴേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കുക. എൻഡിൽ അളവുകളൊന്നും മാർക്ക് ചെയ്യേണ്ടതില്ല, കാരണം ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്രണ്ട് പോർഷനാണ് എടുക്കുന്നത്. ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന നെക്ക് പോർഷൻ്റെ നല്ല സൈഡ് അതിലേക്ക് ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം പിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ഫുൾ റൗണ്ട് നെക്കിൻ്റെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത ശേഷം സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്ത് നല്ല സൈഡിലേക്ക് തിരിച്ചിടുക. തിരിച്ചിട്ട ശേഷം നെക്കിൻ്റെ അരികിൽ കൂടി ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ സൈഡ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനായിട്ട് നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലത്തെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഡർ എടുത്തിട്ടുണ്ട്. ബോർഡറിനെ ഇതേപോലെ തന്നെ ഞൂറ് കൊടുക്കുക. ഫുൾ ഞൂറ് വിട്ടതിന് ശേഷം ഈ ഫോൾഡ് ചെയ്തതിൻ്റെ ക്ലോത്തിലേക്ക് ഇത് കയറ്റി വെച്ച് ഒന്ന് ഫസ്റ്റ് പിൻ ചെയ്തെടുക്കുക. ഫുൾ റൗണ്ട് ഒന്ന് പിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഫുൾ റൗണ്ട് പിൻ ചെയ്ത് എടുത്ത് വെക്കുക. പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ചെയ്യാം. ബാക്ക് പോർഷൻ നെക്ക് ലൈനിങ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ലൈനിങ് നല്ല സൈഡിലേക്ക് നല്ല ക്ലോത്തിൻ്റെ നല്ല സൈഡിൽ ലൈനിങ് വെച്ചതിന് ശേഷം ആ ലൈനിങ്ങിന് നമ്മൾ നേരത്തെ നെക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ മെഷർമെൻറ്റിൽ കൂടെ തന്നെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലോത്തിനെ തിരിച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക നെക്കിൻ്റെ സൈഡിൽ കൂടെ. അതിനുശേഷം ലൈനിങ്ങും നല്ല ക്ലോത്തും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കുകയും കൂടെ ചെയ്യുക. ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം മിഡിൽ പോർഷനിൽ കൂടെ തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്യുക. ഹുക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇനി 16 ഇഞ്ച് ലെന്തും ഉള്ള 2 പീസ് ക്ലോത്ത് എടുക്കുക. അതിൻ്റെ വിഡ്ത്ത് ഒന്നിന് 2.5 ഇഞ്ചും മറ്റേതിന് 3 ഇഞ്ചും എടുക്കുക. ഇനി ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൻ്റെ ക്ലോത്തിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലെഫ്റ്റ് സൈഡിലെ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് 2.5 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്തിനെ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ നെക്കിൻ്റെ സൈഡിൽ ഫോൾഡ് ചെയ്ത് വെച്ച് നല്ല സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ തിരിച്ചിട്ട് ഉൾവശത്തേക്ക് വെച്ചതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് ഇട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇത് ടോപ്പ് സ്റ്റിച്ച് എടുത്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള ക്ലോത്ത് എടുക്കുക. അതിൻ്റെ ഉൾവശത്തേക്ക് 3 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്ത് നേരത്തെ തന്നെ വെച്ചതുപോലെ തന്നെ നെക്കിൻ്റെ സൈഡിൽ കുറച്ച് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഉൾവശത്താണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് നല്ല സൈഡിലേക്ക് മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ ഹുക്കിൻ്റെ ഹോള് വെക്കുന്നത്. ബ്ലൗസിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വി ഷേപ്പിൽ ഹോള് ചെയ്യുക. ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഓരോ ഹുക്കും കൊടുക്കുന്നത്. ആ ഹുക്ക് കൊടുക്കുന്ന ആ പൊസിഷനിൽ തന്നെ ഹോളും വരത്തക്ക രീതിയിൽ ഇതേപോലെ ആദ്യം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഇതേപോലെ നീഡിൽ കുത്തി നിർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ എൻഡ് വരെ ചെയ്തെടുക്കുക.
അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം. രണ്ട് സൈഡിലും ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാം. 8 ഇഞ്ച് നീളമുള്ള 2 പീസ് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ഉൾവശത്തേക്ക് ബോർഡറിന് മുകളിലായിട്ട് ഈ ഇലാസ്റ്റിക് വെച്ച് ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും ചെയ്തെടുക്കുക. രണ്ട് സ്ലീവും ചെയ്തെടുത്തതിന് ശേഷം ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുന്നത് നന്നായിരിക്കും. രണ്ട് സൈഡും സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ്സ് രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. സൈഡ് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ എൻഡിലായിട്ട് ബ്ലൗസിൻ്റെ എൻഡിൽ നിന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓപ്പണായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. മാർക്ക് ചെയ്തതിന് ശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ മാർക്ക് ചെയ്ത 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ടോപ്പിൻ്റെയൊക്കെ സ്ലിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് നീഡിൽ കുത്തി നിർത്തി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ സ്ലിറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ സ്ലിറ്റ് ചെയ്തെടുത്തു. രണ്ട് സൈഡിലും സ്ലിറ്റ് ചെയ്തെടുത്തതിന് ശേഷം എൻഡ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ വരും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.